ഇതാ 2 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയ്ക്ക് അനുയോജ്യമായ രീതിയിൽ തയ്യാറാക്കിയ സ്ക്രിപ്റ്റ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓർമ്മപ്പെടുത്തലുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിപണി വാർത്തകൾ: സ്വർണം, റബ്ബർ, ഇന്ധനം, പാചകവാതകം. നമസ്കാരം. കേരളത്തിലെ വിപണിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിലവിവരങ്ങളിലേക്ക് സ്വാഗതം. നമ്മുടെ നിത്യജീവിതത്തെയും കാർഷിക മേഖലയെയും നേരിട്ട് ബാധിക്കുന്ന പ്രധാന മാറ്റങ്ങളാണ് ഇന്ന് വിപണിയിൽ ദൃശ്യമാകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള കൃത്യമായ വിപണി വിവരങ്ങൾ ദിവസവും ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം സ്വർണ്ണവിലയിലേക്ക്. ഇന്ന് സ്വർണ്ണവിലയിൽ നേരിയ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 ഗ്രാം 22 ക്യാരറ്റ് സ്വർണത്തിന് 14,880 രൂപ എന്ന നിരക്കിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത്. അതായത് 1 പവൻ സ്വർണത്തിന് 1,19,040 രൂപയാണ് ഇന്നത്തെ വില. ഇന്നലത്തെ അപേക്ഷിച്ച് ഗ്രാമിന് 29 രൂപയുടെ വർധനവാണ് ഇന്നുണ്ടായിരിക്കുന്നത്. അടുത്തതായി നമ്മുടെ നാടിന്റെ സമ്പദ്വ്യവസ്ഥയിൽ നിർണായകമായ റബ്ബർ വിപണിയിലേക്ക്. കർഷകർക്ക് ആവേശം നൽകിക്കൊണ്ട് റബ്ബർ വിലയിൽ കുതിച്ചുചാട്ടം പ്രകടമാണ്. ഇന്ന് കോട്ടയം വിപണിയിൽ RSS 4 ഗ്രേഡ് റബ്ബറിന് കിലോയ്ക്ക് 262 രൂപ എന്ന നിരക്കിലാണ് വ്യാപാരം നടക്കുന്നത്. റബ്ബർ ബോർഡിന്റെ കണക്കുകൾ പ്രകാരം വരും ദിവസങ്ങളിലും വില മെച്ചപ്പെടുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. കൂടുതൽ വാർത്തകൾ അറിയാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുക്കളയിലെ വിശേഷങ്ങളിലേക്ക്. വെളിച്ചെണ്ണ വിലയിൽ വലിയ കുതിച്ചുചാട്ടമില്ലാത്തത് ആശ്വാസകരമാണ്. കിലോയ്ക്ക് ശരാശരി 275 രൂപ മുതൽ 300 രൂപ വരെയാണ് നിലവിലെ വിപണി വില. എന്നാൽ പാചകവാതകത്തിന്റെ LPG കാര്യത്തിൽ ഗാർഹിക സിലിണ്ടറിന് ഏകദേശം 922 രൂപ എന്ന നിരക്ക് തന്നെ തുടരുന്നു. ഇതിനിടെ ഇന്ധന വിപണിയിൽ പെട്രോൾ വിലയിൽ നേരിയ വർധനവുണ്ടായി. തിരുവനന്തപുരത്ത് ഇന്ന് 1 ലിറ്റർ പെട്രോളിന് 110.76 രൂപയാണ് വില. ക്രൂഡ് ഓയിൽ വിപണിയിലെ ചലനങ്ങളാണ് ഈ വിലക്കയറ്റത്തിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. വിപണിയിലെ ഈ മാറ്റങ്ങൾ നിങ്ങളുടെ കുടുംബ ബജറ്റിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് താഴെ കമന്റ് ചെയ്യുക. ഇത്തരം വിശേഷങ്ങൾ വേഗത്തിൽ നിങ്ങളിലേക്ക് എത്താൻ മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.